ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഒരു ദിവസം അശോകൻ വീട്ടിലേക്ക് കയറി വരുവാണ് കേട്ടോ. അശോകനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ രവി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പുള്ളിയുടെ വരവ്. കണ്ടോടെ തന്നെ അശോകന്റെ അടുത്ത് പറയുന്നുണ്ട് താൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു എന്നുള്ള കാര്യം. അശോകനങ്ങൾ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഗംഭീര സ്വീകരണമൊക്കെ നൽകിയിട്ടാണ് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് അശോകനാണെന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുവാണേ. അശോകന്റെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം കാണുമ്പോൾ എന്താണെന്ന കാര്യം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ആദ്യം കുറച്ചു നേരം കരഞ്ഞോണ്ടിരിക്കുവാണ്. എന്നതിന് ശേഷം കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് രവി ആവശ്യപ്പെടുമ്പോഴാണ് അശോകൻ പറയുന്നത്, എന്ത് പറയണമെന്നാണ് രവി നീ ഈ പറയുന്നത്? എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നല്ലോ, എല്ലാവരും എന്നെ നോക്കി പരിഹസിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത്. അശോകന്റെ കരച്ചിലെല്ലാം കാണുമ്പോൾ ഭാര്യയ്ക്ക് എന്തോ പെട്ടെന്ന് വയ്യായിക വന്നു എന്നൊക്കെയാണ് രവി വിചാരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല കാര്യം. പോക്കറ്റിൽ നിന്നും ലെറ്റർ എടുത്തുകൊണ്ട് എന്റെ മകള് ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് അവള് പോയി എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ലെറ്റർ കണ്ട ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് അത് മേടിച്ച് വായിക്കാനും പറയുന്നുണ്ട്. ലെറ്ററിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അച്ഛനും എന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെയാണ് പോകുന്നത്, അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല, ഞാൻ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വീട് വിട്ട് പോവാണ്, ഇത്രയും നാളെ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത്, അതിനെല്ലാം നന്ദിയും പറയുന്നുണ്ട്. അത് മാത്രമല്ല എന്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ അവരുടെ കൂടെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരു ദിവസം നിങ്ങൾ എന്നെ അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ച് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഓ അപ്പൊ നിങ്ങളെ മോള് ഒളിച്ചോടി പോയോ എന്ന് ചോദിക്കുവാണേ. സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ ചോദിക്കുന്ന വർത്താനല്ലല്ലോ നമ്മുടെ ചന്ദ്രമതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ രവി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി ചന്ദ്രമതി വായടച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അവള് നല്ലൊരു മകളാണല്ലോ, എന്താ അവള് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവളെ ഞങ്ങൾ എങ്ങനെ വളർത്തിയെന്നുള്ള കാര്യം നിനക്കും അറിഞ്ഞൂടെ രവി? എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ അസുഖമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട ഉടനെ അവളുടെ മനസ്സ് ഉടഞ്ഞു പോയി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശോകൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ സച്ചിയാണെങ്കിൽ അവള് നല്ലൊരു പെണ്ണായിരുന്നല്ലോ, അങ്ങനെ പൊതുവെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയോ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളായിരുന്നു, എന്നിട്ട് അവള് ഇങ്ങനെ ഒരു പണി ചെയ്തോ എന്നൊക്കെ സച്ചിയും ചോദിക്കുന്നുണ്ട്. ആരാ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ, അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. ഇത് കേട്ടോടെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചായിരുന്നോ എന്ന്. ഇല്ല, നമ്മുടെ മകളല്ലേ, നമ്മൾ പറഞ്ഞ കേൾക്കുന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ലല്ലോ, ഇത് മറ്റു കാര്യങ്ങളെ മാതിരിയല്ല, കല്യാണക്കാരിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവളുടെ അഭിപ്രായം കൂടി ചോദിക്കണമായിരുന്നു എന്ന് രേവതി പറഞ്ഞു കേൾക്കുമ്പോൾ രവിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇത് മറ്റു വിഷയങ്ങൾ മാതിരിയല്ല, അവരുടെ താല്പര്യം കൂടി നമ്മൾ അന്വേഷിക്കണം. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യം തന്നെ. ശ്രുതി മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയി, എന്നാൽ ശ്രീകാന്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ജീവിതം അവൻ സെലക്ട് ചെയ്തു, അവനായിട്ട് കല്യാണം കഴിച്ചല്ലോ, ഇവൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതല്ലേ എന്ന് രേവതിയെ കുത്തുന്ന രീതിയിൽ ചന്ദ്ര സംസാരിക്കുമ്പോൾ ഇവിടെ വേറൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുമെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. നിന്റെ മകൾ ആരെയും സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് അശോക മുമ്പേ അറിയായിരുന്നോ എന്ന് ചോദിക്കുവാണേ. അറിയില്ലായിരുന്നു. നിങ്ങൾ അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ചെക്കനെ അന്വേഷിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവളടുത്ത് ചോദിക്കണമായിരുന്നു, ഞങ്ങൾ നിനക്ക് ചെക്കനെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നിനക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് അവളടുത്ത് പറയണമായിരുന്നു. ഇല്ല, ഞങ്ങള് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല, അവളെ ഇങ്ങനെ ആരെങ്കിലും സ്നേഹിക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ അശോകൻ പറയുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു അറിഞ്ഞൊന്നും വരുന്നതല്ലോ, ഓരോരുത്തർ കാണുമ്പോൾ ഉള്ള ഒരു ഇഷ്ടമാണ്. അല്ല സച്ചി, അവൾക്ക് ഞാൻ നല്ലൊരു പയ്യനെ തന്നെയാണ് നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണെ. ആദ്യം അങ്കിളെ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. സ്വന്തം അച്ഛനും അമ്മയും നോക്കുന്ന പയ്യൻ മാത്രമാണ് നല്ലതെന്നുള്ള കാര്യം ചിന്താഗതി മാറ്റണം. നമ്മൾ നോക്കുന്ന പയ്യന്മാര് മാത്രമാണ് നല്ലത്, മക്കൾക്കൊന്നും അറിയില്ല. നിങ്ങളുടെ മകള് കണ്ടുവച്ചിരിക്കുന്ന പയ്യൻ ഒരുപക്ഷെ നല്ലവനാണെന്നുണ്ടെങ്കിലോ അതെ അശോക, ഒരുപക്ഷെ നിന്റെ മകൾ കണ്ടിരുത്തിയിരിക്കുന്ന പയ്യനും നല്ലതായിരിക്കും. ഇവിടുത്തെ കാര്യം നോക്ക്, രേവതിയും അതുപോലെ തന്നെ ശ്രുതിയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നത്. ശ്രീകാന്തായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പെണ്ണാണ് വർഷ, അവളും നല്ല കുട്ടി തന്നെയാണ്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ മക്കളല്ലേ ജീവിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കല്ലേ പ്രധാനം. ഇങ്ങനെയൊന്നും വരുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ച അവിടെ അവരുടെ അമ്മായിമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാണ്. എന്റെ കുടുംബക്കാരെല്ലാവരും എന്നെ നോക്കി പരിഹസിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അശോകൻ. ഇത് കേട്ട ചന്ദ്രമതി പറയുന്നുണ്ട്, ഇങ്ങനെപ്പോ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ്. ഏത് മക്കളാണ് സ്വന്തം അച്ഛന്റെ അമ്മന്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത്? നീ എന്തായാലും ഭാഗ്യവാനാണ്, ഒരു പെൺകുട്ടി ഇല്ലാണ്ട് ആയത് നിന്റെ ഭാഗ്യാണെന്നൊക്കെ അശോകൻ രവിയുടെ അടുത്ത് പറയുമ്പോൾ പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്താ കുഴപ്പം, ഞാൻ ആ പെൺകുട്ടിയെ എന്തായാലും നല്ല രീതിയിൽ വളർത്തുമായിരുന്നു, ഇങ്ങനെ ഓടിപ്പോവാൻ വേണ്ടിയിട്ട് വിട്ട്
അറിയത്തൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി കേൾക്കുമ്പോൾ, ഓ അതെ അതെ, നിങ്ങളുടെ മൂത്ത മകനെ നിങ്ങൾ പൊത്തി വളർത്തിയിട്ടാണല്ലോ അവൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. ചന്ദ്ര, ഇതൊക്കെ സംസാരിക്കേണ്ട സമയമാണോ ഇപ്പോ? അശോകനാണെന്നുണ്ടെങ്കിൽ മകള് ഇങ്ങനെ ചെയ്തല്ലോ എന്ന വിഷമത്തിൽ കരഞ്ഞോണ്ടിരിക്കുവാണ്. ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് രവിയേട്ട എന്താ കാര്യമുള്ളത്? അവൾ എവിടെയാണോ പോയത് അവിടെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. അത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട്, ശരി തന്നെയാണ്, എന്തായാലും ആ പെൺകുട്ടിയെ എടുത്തു ചാടി എന്തോ ഒരു കാര്യം ചെയ്തു. ഇനിയിപ്പോ അവൾ എവിടെയാന്നുള്ള കാര്യം കണ്ടെത്തിയിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളെടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അവളെ ഞാൻ എവിടെ പോയിട്ടാണ് തേടേണ്ട രവി എന്ന് പറഞ്ഞിട്ട് അശോകൻ കരയുന്നത് കേൾക്കുമ്പോൾ സച്ചിയാണെങ്കിൽ, അങ്കിളെ നിങ്ങൾ ഒരു പയ്യനെ നോക്കി വെച്ചു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതെല്ലാം ഫൈനലൈസ് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നിങ്ങളുടെ മകള് മെഡിക്കൽ ഷോപ്പിലല്ലേ ജോലി ചെയ്തോട്ടുണ്ടായിരുന്നത്, എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. സ്ഥലം എവിടെയാന്നുള്ള കാര്യം അശോകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്കിള് ടെൻഷനൊന്നും അടിക്കണ്ട, അവൾ എവിടെ പോയാലും അവളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വരും. ഞാൻ അവളെ എവിടെയാന്നുള്ള കാര്യം നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുന്ന സമയത്ത് ഞാനും കൂടെ വരാന്ന് രേവതി പറഞ്ഞിട്ട് രേവതി കൂടെ പോകുന്നുണ്ട്. അശോകനെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. അപ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടി അവൾ വർക്ക് ചെയ്യുന്ന ആ മെഡിക്കൽ ഷോപ്പ് പറഞ്ഞല്ലോ അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ അവിടെ മറ്റൊരു സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ആ പെൺകുട്ടിയുടെ അടുത്ത് സച്ചി പോയിട്ട് സത്യം വേണമെന്ന് പറയണേ. സാർ, മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ അല്ലേ ചോദിക്കുക, സാർ എന്താ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അതല്ലേ ഞങ്ങൾക്ക് വന്ന് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. സാറിന്റെ സംസാര രീതി ഒന്നും ശരിയല്ലല്ലോ, സാറിന് എന്താണ് വേണ്ടത്? അത് കഴിഞ്ഞ് നമ്മുടെ അശോകന്റെ മകളുടെ പേര് ചോദിച്ചിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുകയാണേ. അവളോ എന്ന് ആ പെണ്ണ് ചോദിക്കുന്ന കേട്ട ഉടനെ തന്നെ, അവള് ഈ കടയിലല്ലേ ജോലി ചെയ്യുന്നത്, അവൾ എവിടെയാന്നാ ചോദിച്ചത്. അവള് 3 ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യം കേൾക്കുവാണ്. അവള് 3 ദിവസമായിട്ട് ഇവിടെ ജോലിക്ക് വരുന്നില്ല, ഇത് അവളുടെ വീട്ടിലറിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാന്നാണ് കേട്ടോ ആ പെണ്ണ് ചോദിക്കുന്നത്. അവളുടെ സംസാര രീതിയൊക്കെ കാണുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ, സർ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം എന്ന് പറയാണ്. അത് കേട്ടോടനെ സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് കുറച്ച് ഒരു പോലീസുകാരന്റെ മട്ടിലൊക്കെ നടന്നിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. സച്ചി അങ്ങ് പോയി കഴിഞ്ഞ ശേഷം അവരാരാന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല, പിന്നെ എങ്ങനെ അവരാരാന്നുള്ള കാര്യം എനിക്കറിയാന്ന് ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ട് അവളെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് കൂടി ചോദിക്കുമ്പോഴേക്കും, പോലീസിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കുക തന്നെയല്ലേ ചെയ്യേണ്ടത്. സച്ചിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ഓഫീസറെ പോലെ തോന്നുന്നില്ലല്ലോ എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് കേൾക്കുമ്പോൾ, ഈ കേസ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് CID കളാണ്, മഫ്ഡിയിൽ വന്നതാണ്, അവളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഒന്നും അറിയില്ല എന്ന് ആ പെണ്ണ് ആദ്യം പറയുവാണേ. ഞാൻ അവളുടെ കൂടെ ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയുന്ന സത്യങ്ങളെല്ലാം മര്യാദയ്ക്ക് തുറന്നു പറയുന്നത് നല്ലത്, ഇല്ലെങ്കിൽ കേസ് കോടതി എന്ന് പറഞ്ഞിട്ട് നീ കയറി ഇറങ്ങേണ്ടി വരും. ഈ സാറുണ്ടല്ലോ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്, മര്യാദയ്ക്ക് പുറത്ത് വന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയം ബീരാന്റെ പെങ്ങളെയാണ് കേട്ടോ കാണിക്കുന്നത്. ഏട്ടാ, ഇവൻ ഇങ്ങനൊരു പണി ചെയ്യുന്നുള്ള കാര്യം ഒരിക്കലും വിചാരിച്ചില്ല, ഇങ്ങനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അവൻ ഒളിച്ചോടി പോകുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്ങള് ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ നിങ്ങൾ കിടന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? മുമ്പേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കില്ലായിരുന്നോ? ശരി, അവനെന്തായാലും ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അവനെ വിളിച്ചിട്ട് ആ പെണ്ണ് ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് സ്നേഹിക്കരുത്, ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ ഓടിപ്പോവല്ലേ ചെയ്യുള്ളൂ. അങ്ങനെയല്ല ഏട്ടാ, അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കല്യാണം കഴിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. എന്നാ ഇതാ ഇവരുണ്ടല്ലോ, ഇദ്ദേഹമാണ് അവനെ വെറുതെ ചീത്ത വിളിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ അളിയന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അളിയ ഇത്? നിങ്ങളുടെ മകൻ എന്താ ചെറിയ പയ്യനാണോ? നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നമ്മുടെ കുടുംബത്തിന് അത്ര ശരിയായിട്ട് വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ബീരാന്റെ അളിയനും പറയുന്നുണ്ട്. ഇതൊന്നും സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിന് എന്താണ് സെറ്റായിട്ട് വരുന്നത്? ഈ പ്രായത്തിലല്ലേ എല്ലാവർക്കും ഇഷ്ടം സ്നേഹം എന്നൊക്കെ വരുന്നത്. അല്ലെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുന്നത് ഒട്ടും തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന അളിയൻ ബീരാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ പെറ്റ് വളർത്തിയ അച്ഛനും അമ്മയ്ക്കും എന്ത് മര്യാദയാണുള്ളത്? അവനെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി ഈ നിലയിലെത്തിയ അവന് നല്ലൊരു പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവന് നിങ്ങളോടുള്ള മര്യാദ കൊണ്ടല്ലേ അവൻ നേരത്തെ വന്നിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞത്. വേണ്ടിരുന്നത് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു, അവരുടെ കുടുംബത്തെ കുറിച്ചും. അല്ലാതെ നിങ്ങൾ കണ്ടെത്തുന്ന പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്തത്ര നിർബന്ധം? ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവള് നമ്മുടെ കുടുംബത്തിന് അനുസരിച്ച് നിൽക്കുന്നവളും അതുപോലെ തന്നെ നിങ്ങളുടെ മകനുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന എന്തത്ര ഉറപ്പ്? സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയും അവരും കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് നോക്കളിയാ,
ആടിനെ വളർത്തുന്ന ആൾക്കാർ തന്നെ അതിന് വെട്ടിയിട്ട് ആ ബിരിയാണി കഴിക്കണമെന്നൊന്നുമില്ല. അത് വിലക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും. കാശ് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ നടക്കൂ. അവൻ 2 ദിവസമായിട്ട് ഏട്ടാ ഈ വീട്ടിലേക്ക് വരുന്നില്ല. അവൻ എവിടെയാന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, പേടിയാവുന്നുണ്ടെന്നൊക്കെ ബീരാന്റെ പെങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവൻ എന്തായാലും ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലുണ്ടാകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പെണ്ണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ പെണ്ണിന്റെ പേരും അതുപോലെ തന്നെ അച്ഛൻ KSRTCന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണെന്നുള്ള കാര്യം അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലേ ഏട്ടന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാണ്ടിരുന്നത്. എന്തായാലും അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും ഞാൻ അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് സംസാരിക്കട്ടെ. നല്ല പെണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. എങ്ങനെങ്കിലും എന്റെ മകനെ കൂട്ടിക്കൊണ്ടു വാ ഏട്ടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പെങ്ങള് കരയുമ്പോ നീ കരയൊന്നും വേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സച്ചിയും അതുപോലെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. അശോകന്റെ മകളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ അടുത്ത് വീണ്ടും ചോദ്യം ചെയ്യാണ്. കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ അവള് വീണ്ടും പറയുന്നത്. ഇപ്പൊ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? സത്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ പെണ്ണ് ഒരു പയ്യനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിനക്കും അറിഞ്ഞൂടെ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും സാർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കേസ് കോടതി എന്ന് പറഞ്ഞിട്ട് നീ അലയേണ്ടി വരും. അവള് സ്നേഹിക്കുന്ന പയ്യനെ കുറിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോ പേരും പറയുന്നുണ്ട്. 2-3 തവണ കടയിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ അവരുടെ സ്നേഹത്തിന് നീയും കൂട്ടു നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അങ്ങനെയൊന്നുമില്ല സർ, അവള് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഹെൽപ്പ് ഒന്നും ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏതോ മെഡിസിൻ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വരാറുണ്ട്, അതേസമയം ഈ ഫാർമസിയിലും. അങ്ങനെയാണ് ഇവിടെ വെച്ചിട്ട് അവരുമായിട്ട് സ്നേഹത്തിലായത്. ഇതിനെക്കുറിച്ച് അവരുടെ വീട്ടുകാർക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവനവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓ ശരി, അതൊക്കെ വിട്ടേക്ക്. ഇപ്പോ അവൾ എവിടെയാണുള്ളത്? ഇത് നോക്ക്, നീ സത്യം പറയുന്ന നല്ലത്. എങ്ങനെയാണെങ്കിലും സാറ് ഇത് കണ്ടുപിടിക്കും. ആരെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. സാറ് തന്നെ എന്ന് രേവതി പറയാണ്. അത് ശരിയാണ്. അങ്ങനെ സാറ് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് ഓടിപ്പോവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീയാ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിന്റെ മേലും കേസ് കൊടുക്കും. നീയായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് തന്നെയാ നിനക്ക് നല്ലതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ പെണ്ണ് കാര്യങ്ങളെല്ലാം പറയുവാണ്. അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് 2 പേരും ഇപ്പോൾ ഉള്ളതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഫ്രണ്ടിനെ വിട്ടുകൊടുക്കാത്ത നീ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. അവർക്കൊന്നും ഉണ്ടാവില്ല, അവർ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ എന്ത് ഐഡിയയിലാണെന്നുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, പിന്നെന്തിനാ അവർ ഒളിച്ചോടി പോയത്? 2 ദിവസം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കും, അതിനുശേഷം കല്യാണം കഴിക്കുക എന്നുള്ള ഐഡിയയിലാണ് അവരുള്ളത്. ഫ്രണ്ടിന്റെ അഡ്രൻസും ഡീറ്റെയിൽസും ഒക്കെ സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അശോകന്റെ വീട്ടിലാണ്. അശോകന്റെ ഭാര്യയ്ക്ക് ഇവള് ലവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ അറിയായിരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞ് അശോകനാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ വീട്ടിൽ പിന്നെ എനിക്ക് എന്ത് മര്യാദ ഉള്ളത്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ എന്തിനാണ് എന്റെ അടുത്ത് നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണേ. നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അശോകന്റെ ഭാര്യ അങ്ങോട്ടും ഒച്ചയെടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞല്ലോ, നിങ്ങളൊന്ന് മെല്ലെ പറയും, ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നു പറയുമ്പോൾ ആര് കേൾക്കാനായി? നീ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നാട്ടുകാർ മൊത്തം അറിയല്ലോ. നാളെ അവള് മറ്റൊരുത്തനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. നാണോ മാനും എല്ലാം നഷ്ടപ്പെടും. പുറത്ത് തല കാണിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയോ. മകളും അമ്മയും കൂടി ചേർന്നിട്ട് എന്നെ നാണം കെടുത്തിയല്ലേ. ഇപ്പൊ നാട്ടുകാർ മൊത്തം എന്നെ നോക്കി പരിഹസിക്കും. എല്ലാം നീ കൊടുത്ത ഇടം കൊണ്ടാണ്. സ്നേഹിച്ച് നീ വഷളാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അശോകൻ കിടന്ന് ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി കയറിയിട്ട് അങ്ങോട്ട് വരുന്നത്. നീ എന്റെ അടുത്ത് ഒരു വാക്ക് പോലും ഇത്ര അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ അടുത്ത് ഒച്ച എടുത്തോണ്ടിരിക്കുമ്പോൾ സച്ചി കയറി വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങളെ ഇങ്ങനെ ഒച്ച എടുക്കുന്നത്? ഇത് ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ സച്ചി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകള് സ്നേഹിച്ച കാര്യത്തെക്കുറിച്ച് ഇവൾക്ക് അറിയായിരുന്നു, എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് അശോകൻ സങ്കടപ്പെടുമ്പോൾ എന്ത് ചെയ്യാനാണ് സച്ചി? അവളെ പറഞ്ഞ് മനസ്സിലാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ആ ഭാബി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും കരഞ്ഞോണ്ടിരിക്കുവാണ്. 2 പേരും ടെൻഷൻ അടിക്കാതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് 4 പേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് നോക്ക് സച്ചി, എന്റെ മൂത്ത മകൾക്ക് ഞാനായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തതാണ്, അവളിപ്പോ സന്തോഷമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവക്കും ഞാൻ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശോകൻ കരയുന്നത്. ഇത് നോക്ക് അങ്കിൾ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ സച്ചി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകളെ കണ്ട് സംസാരിച്ചിട്ടാണ് അങ്കിൾ ഞങ്ങൾ ഇപ്പൊ വരുന്നത് രേവതി പറയുവാണേ. അവള് സേഫ് ആയിട്ടുള്ള ഒരിടത്ത് തന്നെയാണുള്ളത്, അവളുടെ ഫ്രണ്ടിന്റെ വീട്ടില്. ഇപ്പോഴത്തെ കാലത്ത് സ്നേഹിക്കുന്നതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, സ്നേഹിക്കാതിരിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ സ്നേഹം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കണം. ഇല്ല, ആ പയ്യനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് സെറ്റ് ആവില്ല എന്നുള്ള കാര്യം ഞാനാണ് അവളുടെ അടുത്ത് പറഞ്ഞതെന്ന് ആ അമ്മ പറഞ്ഞു കേട്ട ഉടനെ തന്നെ അവിടെയാണ് ആന്റി നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. നിങ്ങളെ മതിച്ചുകൊണ്ട് അവള് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞു. ആ സമയത്ത് നീ പയ്യനെ കൂട്ടി വാ, നമുക്ക് സംസാരിക്കുക എന്നുള്ള കാര്യമായിരുന്നു നിങ്ങൾ പറയേണ്ടിരുന്നത്.
വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അവരായിട്ടൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് അവർ ഓടിപ്പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ നല്ല പിള്ളേർ തന്നെയാണ്. കാരണം അവര് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് സ്നേഹിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ മകളും കണ്ടെത്തിയത് നല്ല പയ്യനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടായിരുന്നോ എന്ന് അശോകന്റെ വൈഫ് ചോദിക്കുന്നുണ്ടേ. നിങ്ങളുടെ തീരുമാനം എന്താന്നുള്ള കാര്യം അറിയണല്ലോ. അത് അറിഞ്ഞിട്ട് നിങ്ങളെയും കൂട്ടിട്ട് നാളെ അങ്ങോട്ട് വരാന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ്. ഇത് കേട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. നിങ്ങൾ എന്താണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നത്? നിങ്ങളുടെ മകള് പറഞ്ഞത് വെച്ചിട്ട് നല്ല പയ്യനായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വന്ന് ഭവിക്കുന്നതാണ്, അല്ലാണ്ട് നമ്മളായിട്ട് തേടി പോയി കഴിഞ്ഞാൽ ഇത് കിട്ടണമെന്നില്ല. നമ്മളായിട്ട് തേടി പിടിച്ച കാര്യങ്ങളൊക്കെ പാതി വഴി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരും അവസാനം വരെ ഒന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നിങ്ങളുടെ സമ്മതം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ പയ്യനെ വിളിച്ച് സംസാരിച്ചേനെ. പക്ഷെ ഇവളാണെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് ആന്റി ഇങ്ങനെയൊക്കെ ചെയ്തത്? തന്റെ മകള് തന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ എല്ലാ കാര്യങ്ങളും വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നത്. എന്നിട്ട് അമ്മ തന്നെ ഇങ്ങനെ ചെയ്താലോ? അതുകൊണ്ടല്ല സച്ചി, ഈ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വലയിൽ കൊടുക്കുന്നത് ഇതുകൊണ്ടുള്ള ഭയത്തുകൊണ്ടാണെന്നുള്ള രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സച്ചിന്റെ യുവതിയും കൂടി ചേർന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീരാനാണെന്നുണ്ടെങ്കിൽ അവരെവിടെയെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ട് ആ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. വരുന്ന സമയത്ത് അവിടെ സച്ചിയുടെ കാറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ബീരാൻ ശ്രദ്ധിക്കുന്നില്ല. ബീരാനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുമല്ലേ, അതുകൊണ്ട് നമ്മൾ വെറും കൈയോട് കൂടിയിട്ട് പോകുന്നത് ശരിയല്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാണ്. അപ്പോഴേക്കും സമ്മതമൊക്കെ വാങ്ങിയിട്ട് സച്ചിൻ രേവതി അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് ബീരാൻ വീണ്ടും ആ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ ബീരാനെ സംസാരിച്ചിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം കേട്ടോ. ഈ ഒരു കല്യാണമാണ് നമ്മുടെ ശ്രുതിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ബീരാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്നത്.